അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൊല്ലം നമ്മൾ ഈ പണ്ട് കണ്ട കൊല്ലമൊന്നും അല്ല കേട്ടോ. കൊല്ലമൊക്കെ അങ്ങ് മാറി. ഇനിയിപ്പോൾ 5 ദിവസം കൊല്ലത്തെ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ ഞാൻ ബ്രേക്കിന് മുന്നേ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ ഗസ്റ്റ് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു 1.5 പുള്ളിയാ. ഒരൈറ്റമായിട്ടൊന്നല്ല, 2-3 ഐറ്റമോ ആയിട്ട് ഈ കൊല്ലത്തെ മുഴുവൻ ഇളക്കി മറിക്കാൻ കച്ച കെട്ടി തിരുവനന്തപുരത്ത് നിന്ന് ബസ് കയറി വന്നൊരു ആളാണ്, ഒരു കക്ഷിയാണ് നമുക്കിപ്പം ഉള്ളത്. ശിവജിത്ത് ആണ്. ശിവജിത്തിലേക്ക് പോവാണ്. ഹായ് ശിവജിത്ത്. ഹായ്. എന്തൊക്കെയാണ് ഐറ്റംസ്? ഞാൻ ഈ വർഷം ചെയ്യുന്നത് മോണാക്ട് മാത്രമാണ്. പിന്നെ പക്ഷെ അത് മാത്രമല്ല, കയ്യിൽ വേറെയും സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞത് ജനപ്രിയ ഐറ്റമാണ്, ഏവർക്കും ഇഷ്ടമുള്ള ഐറ്റം. ഈ ഒരു ഐറ്റം ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ടാവത്തില്ല. മിമിക്രിയാണ്, മിമിക്രി കലാകാരനാണ് ഈ നമുക്കൊപ്പം ഇരിക്കുന്നത്. അപ്പോൾ മോനെ എങ്ങനെയുണ്ട്? കൊല്ലം എങ്ങനെയുണ്ട്? കൊല്ലം അടിപൊളിയല്ലേ? കൊല്ലം അടിപൊളിയാണ്. എന്നാ മത്സരം എന്നാ? മോണോക്ട് എന്നാ? ഞങ്ങൾക്ക് 7-ാം തീയതിയാണ്. 7-ാം തീയതി. അപ്പൊ വേദിയൊക്കെ പോയി പരിചയപ്പെട്ടു? വേദി ഇല്ല, പോണം. ഇനി പോണം. അപ്പൊ ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ? രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞില്ലേ? എല്ലാം സെറ്റാണ്. അപ്പൊ മോണോ ആക്ട് നമുക്ക് കുറച്ച് നേരത്തെ റിയ ഉണ്ടായിരുന്നു. മോണോ ആക്ട് ചെയ്യുന്ന വേറൊരു റിയ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ശിവജിത്തിന്റെ മോണോ ആക്ട് കാണണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് കാണേണ്ടത് മിമിക്രിയാണ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കോരിത്തെരിപ്പിച്ചാലോ മാതൃഭൂമി ന്യൂസിന്റെ? ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കുഞ്ഞിന്റെ കരച്ചിൽ നമുക്ക് അങ്ങ് തുടങ്ങാം. ഓക്കെ. ഈ കൊച്ചു കുഞ്ഞു കരഞ്ഞ അമ്മമാരായാലും അച്ഛന്മാരായാലും വെറുതെ ഇരിക്കുമോ? ഇല്ല. എന്ത് താരാട്ട് പാട്ട് പാടി ഉറക്കല്ലേ? അപ്പൊ കൊച്ചിന്റെ താരാട്ട് പാട്ടും അമ്മയുടെ താരാട്ട് പാട്ടും കുഞ്ഞിന്റെ കരച്ചിൽ ഒരേ സമയം. അടിപൊളിയാട്ടോ. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു, ഞാൻ കണ്ടിട്ടില്ല മറ്റ് വേദികളിലോ അല്ലെങ്കിൽ ആരെങ്കിലും പെർഫോം ചെയ്യുന്നതോ കണ്ടിട്ടില്ല. അതിമനോഹരമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇനി അടുത്തത് ഇനി എന്താ? കുഞ്ഞായി, അമ്മയായി, അടുത്തത് ഇപ്പോ ഡിജെയുടെ അതെ, നമുക്ക് ഇളക്കി മറിക്കാൻ പോവാണ് നമ്മള്. ബീറ്റ് ബോക്സ് 3 വ്യത്യസ്തമാർന്ന ശബ്ദങ്ങളിലൂടെ ഒരു സമയം എന്റെ ശബ്ദത്തോടെ കേട്ടോ. ഒന്നാമത്തെ ശബ്ദം 2 3. ഇനി ഇത് 3 നമ്മൾ ഒരേ സമയം ശ്രദ്ധിക്കാം. നമുക്ക് പലതും ഈ ഒരുപാട് പേർക്ക് പണിയില്ലാണ്ടാവും കേട്ടോ കുറച്ചുകൂടി കഴിയുമ്പോ. ഇത് നമ്മുടെ ഈ ബീറ്റ് ബോക്സിന്റെ നമ്മുടെ കൊല്ലത്തിന്റെ തന്നെ അഭിമാനമായ ആദർശ് ADJ, അദ്ദേഹത്തിന്റെ ഞാൻ ഇതൊക്കെ പഠിച്ചത്. അദ്ദേഹത്തിന്റെ കണ്ടാണ് കുറെ കാര്യങ്ങൾ പഠിച്ചത്. അപ്പൊ ഇനി അടുത്ത എന്താ? ഇനി മോണക്റ്റിലോട്ട് കടന്ന് നമുക്ക് എന്തെങ്കിലും താരങ്ങളെ ജനാർദ്ദനൻ സാറിന്റെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന് ബീറ്റ് ബോക്സിലോട്ട് വരാം. അത് പൊളിക്കും കേട്ടോ. പൊന്നപ്പൻ തല്ലി പിടിക്കടാ അവന്റെ കാല്. ഓ എന്റെ കാലല്ലടാ അവന്റെ കാല്. സൂപ്പറായിരുന്നു. അപ്പൊ സ്റ്റോക്ക് ഇനിയുണ്ട്. ഇനി ആരെ? ഇനി ഏത് താരത്തെയാ? ഇനി താരത്തെ ഞാൻ കൂടുതൽ അങ്ങനെയല്ല, ബീറ്റ് ബോക്സിലോട്ടാണ്. ഇനി നമുക്ക് മിമിക്രി തന്നെ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഓർമ്മ ചെയ്ത് അവസാനിപ്പിക്കാം. നമ്മുടെ തഞ്ചാവൂരിന്റെ സൗന്ദര്യമായ തകില്. അപ്പൊ തകിലിന്റെ ശബ്ദം. ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, തുള്ളാൻ തോന്നുക. ശരി, അപ്പൊ നമ്മള് ഈ
മോണോ ആക്ടിലേക്ക് പോവാം മോണോ അല്ലേ? ആക്ടിലേക്ക് പോവാം. മോണോ ഇപ്പൊ നമ്മള് ഇന്ന് ഈ ഇപ്പോഴത്തെ കലോത്സവത്തിന് എന്താ സബ്ജക്ട് എന്താ? അത് ന്യൂജൻ മീഡിയസിനെ വെച്ചിട്ട് വളരെയധികം രസകരമായിട്ടുള്ള ഒരു കിട്ടുള്ള പണിയാണോ? പണിയല്ല, അല്ല ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് എന്തായാലും പറയാൻ പറ്റില്ലല്ലോ. സർപ്രൈസ് അല്ലേ? സർപ്രൈസ് ആണ് അല്ലേ? അപ്പോ നമുക്ക് കാണിക്കാൻ പറ്റുന്ന കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ ചെയ്തിട്ട് കുരുതിയുടെ ഒരു അതിന്റെ ഒരു ലാസ്റ്റ് പോർഷൻ. ഓക്കെ ഓക്കെ. അരുത്, അങ്ങനെ പറയരുത്. സ്വന്തം കുഞ്ഞിനു വേണ്ടി ഇരു കണ്ണുകളും ചൂടുന്ന് നൽകിയ അമ്മയുടെ നാടാണിത്. ചിരിച്ച മുഖത്ത് നോക്കി വിറയാർന്ന കൈകളായി സ്വന്തം മകളെ കൊല്ലേണ്ടതെങ്ങനെയത് അലമുറയിട്ട് ചോദിച്ച അമ്മയുടെ നാടാണിത്. അതെ എങ്കിൽ ഞാനൊരു കഥ ചൊല്ലിട്ടുമാ. പണ്ട് 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 അസൂയ മൂത്ത പെരുന്തച്ചൻ ലാഭസിദ്ധിക്കായി സ്വന്തം മകനെ ഉളിയെറിഞ്ഞ് കുരുതി കൊടുത്ത കഥ. പക്ഷേ അസൂയ മൂത്ത പെരുന്തച്ചൻ മകനെ കൊന്നേ എന്ന് വിളിച്ചു കൂവാൻ ഒരു വിദൂഷകനെങ്കിലും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇന്ന് എനിക്ക് ലജ്ജ തോന്നുന്നു. ലജ്ജിക്കണം. വായിൽ പഴം തിരികെ വെച്ച സാംസ്കാരിക പരിശകളെ, നിങ്ങൾ ഓർക്കുക, അടുത്ത കുരുതി നിങ്ങളായിരിക്കുമെന്ന്. അന്ന് അന്ന് ഞാൻ ഈ ഇലന്തൂരിന്റെ മണ്ണിലൂടെ വിളിച്ചു കൂവും, ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ എന്ന്. അതുവരെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നമസ്കാരം. ഒരേ സമയം എത്ര കാര്യങ്ങളാണ്, എത്ര എക്സ്പ്രഷൻസ് ആണല്ലേ. എന്തൊരു വലിയൊരു മെസ്സേജാണ് നമ്മൾ ഈ നാടിന് കൊടുക്കുന്നത്. അത് ഈ മോണോ ആക്ടിന്റെ മാത്രം ഒരു പ്രത്യേകതയും കഴിവും ഒക്കെ തന്നെയാണ്. അപ്പൊ മോനെ ഓൾ ദി ബെസ്റ്റ്. എന്താ നന്നായിട്ട് പൊളിക്ക്. നമുക്ക് നന്നായിട്ട് മത്സരിച്ച് അല്ലേ നല്ല 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 മെസ്സേജ് ഒക്കെ ഇങ്ങനെ സമൂഹത്തിന് കൊടുക്കാൻ കഴിയട്ടെ. പിന്നെ അടുത്ത വർഷമേ ഉള്ളൂ മിമിക്രി. ഈ വർഷം മിമിക്രി ഇല്ല. ഈ വർഷം ഞങ്ങളുടെ സ്കൂളിന് ഒരു റെൻഡറെ പാടുള്ളായിരുന്നു. അപ്പോ എനിക്ക് മോണാക്ടിന് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ വർഷം മിമിക്രി. അപ്പൊ അടുത്ത വർഷം മിമിക്രി ആയിട്ടും കൂടി നമുക്ക് വരാൻ പറ്റട്ടെ. അടുത്ത വർഷം. ഓക്കെ. അപ്പം ഓൾ ദി ബെസ്റ്റ്. എല്ലാം പൊളിച്ചടുക്കും. നല്ല വിജയമൊക്കെ നേടി നമുക്ക് വിജയശ്രീ ലാളിതനായി തിരികെ തിരുവനന്തപുരത്തേക്ക് നമുക്ക് ഒന്നിച്ച് വണ്ടി കയറാം. താങ്ക് യു. ഓക്കെ ശിവജിത്തെ.